നമസ്തേ കുഞ്ഞുങ്ങളെ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്തമാറ്റിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചായ കാൽക്കുലസിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ജോമെട്രി, ട്രിഗണോമെട്രി, വെക്റ്റേഴ്സ്, ഓൾജിബ്ര അങ്ങനെ പല ബ്രാഞ്ചസ് നിങ്ങൾ പഠിക്കും. ഇതായത് നിങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുന്നതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഓരോ പേപ്പറായിരിക്കും. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെ പേര് വെച്ച് നിങ്ങൾ ഓരോ പേപ്പറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ അത് വളരെ വാസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള പ്രിലിമിനറി പാർട്ടുകളാണ് നിങ്ങൾക്കിപ്പോൾ ഓരോ ചാപ്റ്റേഴ്സായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചായ കാൽക്കുലസിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ട ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. കാൽക്കുലസിൽ തന്നെ രണ്ട് ഭാഗമുണ്ട്. ഡിഫറൻഷ്യൽ കാൽക്കുലസുമുണ്ട്, ഇൻ്റഗ്രൽ കാൽക്കുലസുമുണ്ട്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ ബാലപാഠം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ അത് നമ്മൾ അതിലോട്ട് കടക്കാനായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത വർഷമാണെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ റിവേഴ്സ് പ്രോസസ്സാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, എന്നിട്ട് ഈ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും കൂടെ മിക്സ് ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ 5 ചാപ്റ്റർ അടുത്ത വർഷത്തിൽ നിങ്ങൾക്കൊരു ഏകദേശം പകുതിയോളം മാർക്ക് സ്കോർ ചെയ്യാനുള്ള 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ടതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമുക്കതുകൊണ്ട് അതിൻ്റെ നല്ല ക്ലിയർ ആയിട്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. ടീച്ചർ ഇവിടെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. f(x) = x² - 4/x - 2. ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു റാഷണൽ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആക്കുന്ന വാല്യൂ ഏതാ? 2 അല്ലേ? 2 - 2 0 ആയിപ്പോൾ. അപ്പോൾ എക്സിന് 2 ആയാൽ ഈ ഫംഗ്ഷൻ വാലിഡ് അല്ല. സോ വി റൈറ്റ് x ≠ 2. അപ്പോൾ ഈ ഫംഗ്ഷൻ 2-ൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? ഈ x² - 4 എന്ന് പറഞ്ഞാൽ x² - 4 എന്ന് പറഞ്ഞാൽ അത് a² - b² പോലെ നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ a² - b² എന്നാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, a² - b² = a + b × a - b. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് x + 2 × x - 2 എന്ന് എഴുതാം ബൈ x - 2. ഈ x - 2 ഈ x - 2 ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? x + 2. അപ്പോൾ നോക്കിയേ, പ്രത്യക്ഷത്തിൽ ഇത് രണ്ടും ഒരേ ഫംഗ്ഷനാണ്. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നു? f(x) = x² - 4/x - 2. അപ്പോൾ അതിൻ്റെ ഡൊമൈനിൽ ആരില്ല? അതിൻ്റെ ഡൊമൈനിൽ 2 ഇല്ല. അതേ ഫംഗ്ഷൻ തന്നെ ടീച്ചർ വേറൊരു രീതിയിൽ gx എന്നും പറഞ്ഞെടുത്തു. അപ്പോൾ ആ gx = എന്തെന്ന് എഴുതി? ഞാൻ gx = x + 2 എന്ന് എഴുതി. ഇതിൻ്റെ ഡൊമൈനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ നോക്കി, ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ഒന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ അങ്ങനെ പ്രത്യേകതയൊന്നും. ഇതിൻ്റെ ഡൊമൈൻ എന്ത് വരാം? ഒരു ആറിലെ റിയൽ നമ്പേഴ്സിൽ ഏത് വാല്യൂ വരുന്നതിനും ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ x element of R. x ഈസ് എ റിയൽ നമ്പർ. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈനിൽ ആരില്ല? 2 ഇല്ല. അപ്പോൾ ടീച്ചർ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ലിമിറ്റ് അറ്റ് എ പോയിൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും f(x)ൻ്റെയും gx)ൻ്റെയും ലിമിറ്റ് അറ്റ് എ പോയിൻ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ്, ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ജിയോജിബ്ര എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം മുതൽ ലാബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്സ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ ലാബ് ചെയ്യുന്നത് ജിയോജിബ്രയിലാണ്. ജിയോജിബ്ര എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ അറിയാം, ജോമെട്രി ആൾജിബ്രയും. അപ്പോൾ ജോമെട്രി ആൾജിബ്രയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ജിയോജിബ്ര. അതിൽ നമുക്ക് ഓൾജിബ്രയും കാണാം, അതിൻ്റെ അനുസരിച്ചുള്ള അതിൻ്റെ ജോമെട്രിയും നമുക്ക് അതിൻ്റെ ഗ്രാഫും ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ടീച്ചർ ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി ആദ്യം ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ലിമിറ്റ് അറ്റ് എ പോയിൻ്റ് 2 അത് ടീച്ചർ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് തരും. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, നോക്കൂ നിങ്ങളെ, എഫ് എക്സ് ഈസ് ഈക്വൽ ടു ദ എക്സ് സ്ക്വയർ മൈനസ് 4/x-2. നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് നോക്കിയേ, ഇവിടെ ഈ സ്ക്രീനിൽ രണ്ട് പാർട്ടുണ്ട്. ഒരു പാർട്ടിൽ നിന്ന് ഇതിൻ്റെ ഓൾജിബ്രായിക് സാധനങ്ങളും ഓൾജിബ്രായിക് വ്യൂ ഉണ്ട്, മറ്റു പാർട്ടിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ ഓർ ജോമെട്രിക്കൽ വ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് ജിയോജിബ്രയിൽ നമുക്ക് ഓൾജിബ്രയും ജോമെട്രിയും അറ്റ് എ ടൈമിൽ കാണാൻ പറ്റും. അപ്പോൾ ദ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 4/x-2 അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ലൈനാണ് അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ 2 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഈ സ്ക്രീനിലോട്ടൊന്ന് നോക്കിയേ, ഈ സ്ക്രീനിൽ ഈ എ എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സും വൈയും ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് സിയിൽ, അതാണ് എക്സ്. ഓക്കെ, ഈ ബി എന്നുള്ളത് അതിൻ്റെ വൈ വാല്യൂ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അതായത് ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഈ ബി ആയിട്ട് കിട്ടുന്നത്. അതാണ് ഈ പോയിൻറ്റിൻ്റെ വൈ വാല്യൂ. ഓക്കെ, അപ്പോൾ എക്സിന് 1.3 ആയപ്പോൾ വൈ വാല്യൂ 3.3. ഓക്കെ, ഇനി നമ്മൾ 2 അപ്രോച്ച് ചെയ്യുമ്പോൾ വൈ വാല്യൂ മാറുന്ന നിങ്ങളൊന്ന് നോക്കിയേ. നമുക്ക് എക്സ് ലെഫ്റ്റിൽ നിന്ന് വന്നു 2 അപ്രോച്ച് ചെയ്യും തോറും വൈ വാല്യൂ നോക്കേ ഇങ്ങനെ കൂടി 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 നോക്കേ 4 അപ്രോച്ച് ചെയ്യുന്നു. കണ്ടോ, എക്സ് അതായത് 1.9 ആയപ്പോൾ 3.9 ആയി. എക്സ് ലെഫ്റ്റിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്യുമ്പോൾ വൈ വാല്യൂ എന്തിനോടാണ് പോകുന്നത് നോക്ക്, വൈ വാല്യൂ 4 അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കണ്ട. 3.9 കുറച്ചുകൂടെ മൂവ് ചെയ്തപ്പോൾ 3.95 കണ്ടോ ഇങ്ങനെ വന്നു. ഇനി 2 നോക്കിയേ, എക്സിന് വാല്യൂ 2 ആയപ്പോൾ നോക്കിയേ ആ എ എന്നുള്ള പോയിന്റ് കാണാനേ ഇല്ല. കണ്ടോ, ഇവിടെ നോക്ക്, ഇവിടെ സ്ലൈഡറിന് ടീച്ചർ 2 എന്നുള്ളത് കൊടുത്തപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആയിരുന്നു. പക്ഷേ എക്സിൻ്റെ വാല്യൂ 2 ആയപ്പോൾ നിങ്ങൾ നോക്കി ആ പോയിൻ്റ് ഒന്നും കാണാനില്ല. അതിൻ്റെ കാരണം എന്താ, ടീച്ചർ പറഞ്ഞില്ലേ 2 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ, 2 എക്സ് 2 വന്നപ്പോഴത്തേക്ക് നോക്കി ഒന്നും ആ പോയിൻ്റ് ഒന്നും കാണാനില്ല. അതിൻ്റെ മീനിങ് 2 എന്നുള്ള പോയിൻറ്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്നാണ്. ഇനി നോക്ക്, 2 മാറിയപ്പോൾ വീണ്ടും വന്നത് കണ്ടോ. ഇനി ഞാൻ അതുപോലെ ലെഫ്റ്റിലോട്ട് അപ്രോച്ച് ചെയ്യിക്കുകയാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ ആൾജിബ്രായിക്കിൽ വീല് നോക്കിക്കോണം. അതാണ് ഇവിടെ ഇപ്പോൾ 3.85 5.85. ഞാൻ എക്സിൻ്റെ വാല്യൂ റൈറ്റിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്യിക്കുകയാണ്. 2 അപ്രോച്ച് ചെയ്യിക്കും തോറും വാല്യൂ കുറഞ്ഞ് 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 നോക്കി കുറഞ്ഞ് എങ്ങനെ വന്നു, 4 അടുത്ത് വന്നു. കണ്ടോ, 2.2 4.2. അതായത് എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്തപ്പോഴും റൈറ്റിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്തപ്പോഴും ഇവിടെ വാല്യൂ നിങ്ങൾക്ക് എത്രയായിട്ട് വന്നു, 4 അടുത്ത് വന്നു. ക്ലിയർ ആയാലും. പക്ഷെ 2 എന്തോ പറ്റി, എയുടെ വാല്യൂ 2 ആയപ്പോഴത്തേക്ക് നമ്മളുണ്ടോ ഫംഗ്ഷൻ കാണാനില്ല. 2 ആയപ്പോൾ ഫംഗ്ഷൻ പോയി. ഓക്കെ, 2 ആയപ്പോൾ ഫംഗ്ഷൻ കണ്ടോ, 2 ആയപ്പോൾ നമുക്ക് ആ പോയിന്റ് കാണാനില്ല. കാരണം ആ ഫംഗ്ഷൻ ആ 2 ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 4 പോയി. ഉണ്ടോ, 4 അടുത്തോട്ട് പോയി. അതുപോലെ റൈറ്റിൽ നിന്ന് നമ്മൾ 2 അപ്രോച്ച് ചെയ്തപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 4 അടുത്ത് വന്നു. അതായത് ആസ് എക്സ് ടെൻസ് ടു 2 ലെഫ്റ്റിൽ നിന്ന് പോകുന്നത് നമ്മൾ 2 മൈനസ് എന്ന് പറയും. അപ്പോഴും എഫ് എക്സിൻ്റെ വാല്യൂ 4 പോയി. അതുപോലെ ആസ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്തു. അപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 4 അടുത്ത് വന്നു. അപ്പോൾ രണ്ട് കേസിൽ ലെഫ്റ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും റൈറ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 4 അടുത്ത് വന്നു. അപ്പോൾ രണ്ടിടത്തും 4 അടുത്ത് വന്നത് കൊണ്ട് നമുക്ക് പറയാം ദ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ ആസ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. ഓക്കെ, ആസ് എക്സ് ടെൻസ് ടു 2 എഫ് എക്സ് ടെൻസ് ടു 4.
എക്സ് 2-ലോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ എഫ് എക്സ് 4-ലോട്ട് അപ്രോച്ച് ചെയ്തു. അത് ലെഫ്റ്റിൽ നിന്നായപ്പോഴും റൈറ്റിൽ നിന്നായപ്പോഴും 4-ലോട്ട് അപ്രോച്ച് ചെയ്തതുകൊണ്ട് നമ്മൾ പറയും ലിമിറ്റ് ഓഫ് ദ ഫങ്ഷൻ അറ്റ് എക്സ് ഇസിക്കൽ 2 ഈസ് 4. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് മറ്റൊരു ഫങ്ഷൻ നോക്കാം. ഈ ഫംഗ്ഷൻ ഇവിടെ നോക്കി, ഓൾജിബ്രയ്ക്ക് വ്യൂവിൽ നിങ്ങൾ നോക്കി ഈ ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കിയേ, x+2. ഇപ്പോൾ x+2ൽ ടീച്ചർ നേരത്തെ പറഞ്ഞു x+2ൽ എന്താണ്, ഈ ഡൊമൈനകത്ത് 2 പോകുന്ന പ്രശ്നം ഒന്നുമില്ല. ഇവിടെ നോക്കി, നിങ്ങൾ നേരത്തെ കണ്ട അതേ ലൈൻ്റെ ഗ്രാഫ് തന്നെയാണ് ഇവിടെ കണ്ടോ, -2ലും 2യിലൂടെയും കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന അതേ ഗ്രാഫാണ് നിങ്ങൾ നേരത്തെയും കണ്ടത്. ഇവിടെയും അതേ ഗ്രാഫ് തന്നെ, പക്ഷേ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് നോക്കിയേ, നമ്മൾ 2 ഇട്ടപ്പോൾ നോക്ക്, എക്സിന് 2 ആയപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 4. മറ്റിടത്ത് നമ്മൾ 2 ഇട്ടപ്പോൾ ഈ പോയിന്റ് കാണാനേ ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം അവിടെ നമ്മൾ 2-ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. പക്ഷേ ഇവിടെ സെയിം ലൈൻ തന്നെ, പക്ഷെ നമ്മൾ ഫംഗ്ഷൻ്റെ രൂപം ഒന്ന് മാറ്റി x+2 കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട 2-ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതായത് f(2), ഇവിടെ 4 എന്ന് പറയുന്നത് ഇമേജ് ഓഫ് 2 അണ്ടർ എഫ് ആണ്. അപ്പോൾ f(2) = 4. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യിക്കാം. നമുക്ക് എക്സ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 2-ലോട്ട് അപ്രോച്ച് ചെയ്യിച്ചു. അപ്പോൾ 4-നോട് അടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് 2-ൽ വന്നപ്പോഴും നമുക്ക് 4 ഉണ്ട്. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് അപ്രോച്ച് ചെയ്ത് 2-ലോ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ 2-ലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് വന്നപ്പം അതും 4-നോട് അടുത്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കേസ് നിങ്ങൾക്ക് എന്ത് പറയാം, ലെഫ്റ്റിൽ നിന്ന് എക്സ് 2-ലോട്ട് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് ഫംഗ്ഷൻ എക്സ് 2-ലോട്ട് അപ്രോച്ച് ചെയ്താലും ഫംഗ്ഷൻ 4-ലോട്ട് വന്നു. ഓക്കെ, പിന്നെ ഇവിടെ എന്തും കൂടെ ഉണ്ട്, ആ 2-ൽ ഫംഗ്ഷൻ്റെ വാല്യൂയും അത് തന്നെയാണ്. അപ്പോൾ എല്ലാ കേസിലും അതായത് ലിമിറ്റ് 4-ലോട്ട് തന്നെ വന്നു, ഫംഗ്ഷൻ്റെ വാല്യൂയും 4 ആയിട്ട് വന്നു. ഇവിടെയും 4-ലോട്ട് വന്നതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് എന്താണെന്ന് പറയാം, 4. അതായത് ലിമിറ്റ് x → 2 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് x → 2 f(x) എന്ന് പറഞ്ഞാൽ 4 നോക്കി, ആ എക്സിന് 2 കൊടുക്കുന്ന വാല്യൂ ആണ് 2+2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിമിറ്റും എന്ത് തന്നെയാണ്, 4. ഇത് നമുക്ക് മറ്റൊരു കേസ് നോക്കാം. ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കി, ആൾജിബ്രയിൽ വീട് നോക്കിയേ, ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, എക്സ് <0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1, എക്സ് <0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 2. ഓക്കെ, ഇവിടെ 0-ൽ വെച്ചല്ലേ ഒരു സ്പ്ലിറ്റ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ ഫംഗ്ഷന് 0-ൽ ലിമിറ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 0-ൽ ലിമിറ്റ് നോക്കണമെങ്കിൽ എങ്ങനെയാണെന്നാണ് ടീച്ചർ പറഞ്ഞത്, ലെഫ്റ്റിൽ നിന്നും 0-ലോട്ട് എക്സ് അപ്രോച്ച് ചെയ്യണം, റൈറ്റിൽ നിന്നും 0-ലോട്ട് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കി, ഞാൻ എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് 0-ലോട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ നോക്കി, അപ്രോച്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെ വന്നു നോക്കി, എല്ലായിടവും 1 ആണ്. എക്സ് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ എവിടം വരെയും 1 ആണ്. നോക്കി, 0 വരുന്നത് വരെയും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടോ, 0 വരുന്നത് വരെയും ഫംഗ്ഷൻ്റെ വാല്യൂ 1 കണ്ടോ. ഈ ലെഫ്റ്റിൽ നിന്ന് എങ്ങനെ വന്നൊരു 0-ൽ എത്തുമ്പോഴും എല്ലായിടും ഫംഗ്ഷൻ്റെ വാല്യൂ 1. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ 0-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയേ, റൈറ്റ് സൈഡിൽ നിന്ന് 0-ലോട്ട് അടുക്കുമ്പോൾ എല്ലാ കേസിലും ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ 2-ഉം ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ 1-ഉം. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1, അതായത് 0-ലോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഉള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1-ഉം, ഇനി റൈറ്റിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ 2 ആണ്. അപ്പോൾ ഈ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 2-ഉം ഈ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1-ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2. അപ്പോൾ 2 ഈക്വൽ അല്ല. അങ്ങനെ ഈ 2 ലിമിറ്റും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിമിറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും ഈ ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ല. ഇത് 2 ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈക്വൽ അല്ല, ഒരിടത്ത് 1-ഉം ഒരിടത്ത് 2-ആ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1-ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2 ആയതുകൊണ്ട് ഈ 2 ലിമിറ്റും ഈക്വൽ അല്ല. സോ ഹിയർ ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ f(x) at x = 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. x = 0-ൽ ഈ ഫംഗ്ഷന് ലിമിറ്റ്
ഇല്ല. ഇനി കുറച്ചുകൂടെ ക്ലിയർ ആയി ടീച്ചർ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നോക്കി ഇത് ഏത് ഫംഗ്ഷനാണെന്ന് നിങ്ങൾ നോക്കിയേ. ഇത് ആൾജിബ്രയ്ക്ക് വീലോട്ട് നോക്കി ഏതാണ് ഇവിടെ ഫംഗ്ഷൻ? എക്സ് ക്യൂബ് പ്ലസ് എക്സ് ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? എക്സ് ക്യൂബ് പ്ലസ് എക്സ്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എക്സിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ നമുക്ക് റാഷണൽ ഫംഗ്ഷൻ എല്ലാം ഒന്നുമല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെയും സീറോയിലുള്ള ലിമിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സീറോയിലുള്ള ലിമിറ്റ് നമുക്കൊന്ന് അല്ലെങ്കിൽ 1ൽ നോക്കാം. അപ്പോൾ 1ൽ നോക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലെഫ്റ്റിൽ നിന്ന് എക്സ് 1ലോട്ട് കൊണ്ടുവിടണം. അപ്പോൾ വൈ വാല്യൂ നിങ്ങളൊന്ന് നോക്കിയേ. വൈ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു? 1ലോട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, 1ലോട്ട് കൊണ്ടുവരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിനകത്തോട്ട് വരുന്നുണ്ട്? 2വിനടുത്തോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 1ലോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിലോട്ട് വരുന്നു? നോക്കിയേ, ഫംഗ്ഷൻ്റെ വാല്യൂ 2വിനടുത്തോട്ടാണ് വരുന്നത്. 1ലായപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായി? 2 ആയി. ഓക്കെ, അപ്പോൾ 1ലായപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 2, ലെഫ്റ്റിൽ നിന്ന് വന്നപ്പോഴും 2. നമുക്ക് റൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, റൈറ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ നിങ്ങൾ നോക്കി. റൈറ്റിൽ നിന്ന് 1ലോട്ട് കൊണ്ടുവന്നപ്പോഴും ഫംഗ്ഷൻ എങ്ങോട്ടാണ് അതിൻ്റെ വരുന്നത്? കണ്ടോ, 2 കുറഞ്ഞ് 2വിനടുത്തോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വന്നു? ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 2 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും 2 ആണ്, ഫംഗ്ഷൻ്റെ വാല്യൂവും 2 ആണ്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ 2 ആയിട്ട് വന്ന് ഏത് പോയിന്റിൽ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. സോ രണ്ടും ഈക്വലായിട്ടുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് എഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു 1, എക്സ് 1ലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇവിടെ എത്രയാണ്? 2. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കി, ഈ ആൾജിബ്രയ്ക്കിൽ വീല് നോക്കി. ഇവിടെ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 0 അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2. 0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0. 0 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2. 0 ആണെങ്കിൽ 0. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 1ൽ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി. ഇവിടെ നോക്ക്, 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 3. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമുക്ക് 1ൽ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് അറ്റ് എക്സ് ടെൻസ് ടു 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റിൽ നിന്ന് എക്സ് 1ലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നോക്കേ, ആ വൈയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾ ആൾജിബ്രയ്ക്ക് വ്യൂവിലോ ഗ്രാഫിലോ നോക്കുക. എക്സ് 1ലോട്ട് വരുമ്പോൾ എഫ് എക്സ് എങ്ങോട്ട് വരുന്നു എന്ന് നോക്കിയേ. എഫ് എക്സ് എങ്ങോട്ട് വരുന്നു നോക്കിയേ? 3ക്ക് അടുത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? 3 ആണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് എക്സ് 3. ഓക്കെ, എഫ് ഓഫ് 1ഉം 3. നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കണമെങ്കിൽ റൈറ്റിൽ നിന്ന് 1ലോട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വൈ വാല്യൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. കുറഞ്ഞ് എങ്ങനെ വരുന്നു എന്ന് നോക്കുക. കുറഞ്ഞ് 3ക്ക് അടുത്തോട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റും 3. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് റൈറ്റിൽ നിന്നാകുമ്പോൾ നമ്മൾ 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അത് ടീച്ചർ ബോർഡിൽ ഇനി കുറത് കഴിഞ്ഞ് ടീച്ചർ അത് എഴുതി കാണിക്കാം. അപ്പോൾ ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 3 ആയതുകൊണ്ട് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ് എക്സിസ്റ്റ് ആൻഡ് ദ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 3. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, ഒരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കിയാൽ ആൾജിബ്രയ്ക്ക് വ്യൂവിൽ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇനി അതർവൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് പ്ലസ് 2, ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് മൈനസ് 2. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റിൽ 0ൽ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 0ൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലെഫ്റ്റിൽ നിന്ന് 0ലോട്ട് അപ്രോച്ച് ചെയ്യണം. അപ്രോച്ച് ചെയ്യുമ്പോൾ നോക്കിയാൽ വൈ വാല്യൂ എന്തിലോട്ട് പോകുന്നത് നോക്കിയേ. 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ വൈ വാല്യൂ നോക്കിയാൽ -2ലോട്ടാണ് പോയത്. കണ്ടോ, എക്സ് 2ന് 0ലോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ വൈ വാല്യൂ -2ലോട്ട് ഇങ്ങനെ കൂടി -2ൽ വന്നു. അപ്പോൾ ഇതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എത്രയാണ്? -2. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് 0ലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കണം.
ഓക്കെ. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യിച്ച് നോക്കേ, സീറോയിലോട്ട് കൊണ്ടുവന്ന് നോക്കേ, വൈ വാല്യൂവിന് വരുന്ന മാറ്റം ഒന്ന് നോക്കേ, കുറഞ്ഞ് 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 എന്തിലോട്ട് വരുന്നു ഉണ്ടോ? എക്സ് സീറോയിലോട്ട് എടുത്തപ്പം വൈ കുറഞ്ഞ് 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 2ലോട്ട് തന്നെ വന്നു. ഓക്കെ. അന്നേരം ഇവിടെ നോക്കുക, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് എന്താണ് വന്നത്? റൈറ്റിൽ നോക്കിയപ്പോൾ 2ലോട്ട് വന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എന്തായിരുന്നു കണ്ടേ? ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സീറോയിലോട്ട് മൂവ് ചെയ്തപ്പോഴോ -2ലോട്ടാണ് വന്നത്. അതായത് ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -2ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2ഉം രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷന് സീറോയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ. നമ്മൾ ഏതൊരു പോയിന്റിലാണോ ലിമിറ്റ് ചെക്ക് ചെയ്യേണ്ടുന്നത് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വലായിട്ട് വന്നാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂ ആയിരിക്കും ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എങ്കിൽ ആ ഫംഗ്ഷന് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ടീച്ചർ അത് നോട്ട്സ് ആയിട്ട് ഇപ്പം ബോർഡിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ജിയോജിബ്രയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സോർട്ട് ചെയ്ത് ഇപ്പോൾ ടീച്ചർ പറയാം. അവിടെ നമ്മൾ f(x) എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻ x² - 4/x - 2, ആ ഫംഗ്ഷനിൽ നമ്മൾ 2വിൻ്റെ ലെഫ്റ്റിൽ നിന്ന് അത് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 2വിലോട്ട് അടുത്തപ്പോൾ എക്സിൻ്റെ വാല്യൂ 2വിലോട്ട് അടുത്തപ്പോൾ f(x)ൻ്റെ വാല്യൂ എന്തിലോട്ട് വന്നു? 4ലോട്ട് വന്നു. പക്ഷെ 4ലെത്തിയില്ല, പക്ഷെ 4ലോട്ട് വന്നു. അതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ 2വിനടുത്തോട്ട് എക്സിൻ്റെ വാല്യൂ റൈറ്റ് സൈഡിൽ നിന്ന് 2ലോട്ട് വന്നപ്പോൾ f(x) എങ്ങോട്ട് വന്നു? f(x) അതുപോലെ 4ലോട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ ആ ജിയോജിബ്രയിൽ നമ്മൾ എന്ത് കണ്ടു? 2വിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും വന്നപ്പോൾ രണ്ട് കേസിലും f(x) എന്തിനോടടുത്ത് വന്നു? 4നോടടുത്ത് വന്നു. അപ്പോൾ നമ്മളതിനെ എങ്ങനെ എഴുതും? ആസ് x ടെൻസ് ടു 2 ഇത് -2 അല്ല, 2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലൂന്ന് വരുന്നു. ആസ് x ടെൻസ് ടു 2 then f(x) ടെൻസ് ടു 4. അതുപോലെ ആസ് x ടെൻസ് ടു 2+, റൈറ്റിൽ നിന്ന് 2ലോട്ട് വന്നു. ആസ് x ടെൻസ് ടു 2+, f(x) ടെൻസ് ടു 4. ഇപ്പോൾ രണ്ട് കേസിലും 4ലോട്ട് ടെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാമെന്നറിയാമോ? ലിമിറ്റ് ഓഫ് f(x) ആസ് x ടെൻസ് ടു 2- is equal to 4. അപ്പോൾ ലിമിറ്റ് ഓഫ് f(x)ൻ്റെ ലിമിറ്റ് 2- അത് ലെഫ്റ്റിൽ നിന്ന് 2ലോട്ട് ടെൻഡ് ചെയ്തു. അപ്പോൾ ലിമിറ്റ് ഓഫ് f(x) ആസ് x ടെൻസ് ടു 2- ഈസ് 4. അതുപോലെ ലിമിറ്റ് x ടെൻസ് ടു 2+ f(x) അത് എന്തായി? 4. അപ്പോൾ രണ്ട് കേസിലും 4ൽ. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്ന് വന്നതിന് നമ്മൾ ടീച്ചർ പറഞ്ഞ എന്തായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റിൽ നിന്ന് വന്നതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് x ടെൻസ് 2- f(x), ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2+ f(x), ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? അതിന് ലിമിറ്റ് ഉണ്ട്. ഇത് രണ്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കിട്ടുന്ന വാല്യൂ ഒരെണ്ണം സെയിം ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് ഉള്ളൂ. നമ്മൾ ആ ജിയോജിബ്ര വെച്ച് ടീച്ചർ പറഞ്ഞത് അങ്ങനെയാണ് ഇല്ലേ? അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 2 f(x) is equal to 4. ഓക്കെ. നമ്മൾ മറ്റേ 2ഉം 1ഉം എടുത്ത കേസിൽ എങ്ങനെയായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോൾ ഒരിടത്ത് 2ഉം വന്നു, ഒരിടത്ത് 1ഉം വന്നു. അപ്പോൾ അത് രണ്ട് ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ലാതെ വരുമ്പോൾ അവിടെ എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 2-3 ഉദാഹരണങ്ങൾ എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായല്ലേ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും വരുമ്പോൾ f(x) ഒരേ വാല്യൂയിലോട്ട് വന്നാൽ മാത്രമേ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ 2വിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ്? 4. അതുപോലെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x+2 എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ എക്സിന് 2 കൊടുത്തപ്പോൾ നമുക്ക് 2 + 2 4. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടു അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെ കിട്ടി? 4. അപ്പോൾ ചില കേസിൽ
അപ്പോൾ ഈ കേസിൽ ഫംഗ്ഷന് 2ൽ വാല്യൂ ഇല്ല. പക്ഷേ നമ്മളെടുത്ത ജി എക്സിൽ എന്താണ് ഫംഗ്ഷന് 2ൽ വാല്യൂ ഉണ്ട് 4. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് കണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ 2ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂം സെയിം ആണ്. ഇവിടെ പക്ഷേ ഫംഗ്ഷൻ 2ൽ വാല്യൂ ഇല്ല. ഇപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എല്ലാം കൂടെ കണ്ടു ടീച്ചർ ഒരു കാര്യം വെച്ച് സോർട്ട് ചെയ്ത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ നോട്ട്സായിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ നിങ്ങൾ നോട്ട്സായിട്ട് കുറിക്കേണ്ട കാര്യം ഇതാണ്. ഇതൊന്ന് നോക്കിയേ. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് വരുന്നു, ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. അപ്പോൾ ലിമിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ലിമിറ്റ് എന്ന് കണ്ട ഉടനെ എന്തെഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. എയിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി അല്ലെങ്കിലോ ഇഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്തോ ഇത് ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷന് എയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്സായിട്ട് കുറിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് അറ്റ് എ പോയിൻ്റ്, ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എന്താണെന്ന് നന്നായി ക്ലിയർ ആയിട്ടില്ലേ? ഇല്ലേ? ഇനി നമുക്ക് അപ്പോൾ ഇന്ന് നിങ്ങളിത് ഇത്രയും മതി. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.